ഹായ് നമസ്കാരം. നുറുങ്ങച്ചലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയില മുളകിട്ട് ചാറ് വയ്ക്കാം. അപ്പം അയിലയുടെ മുള്ളും ചെകിലും പൂവും ഒക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയായിട്ട് കഴുകി നുറുക്കി എടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ അയില വെട്ടിക്കഴുകി മുള്ളൊക്കെ കളഞ്ഞ് വെട്ടിക്കഴുകി വൃത്തിയായി നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടപ്പിലേക്ക് വയ്ക്കാം. വിറകടുപ്പിലാണ് ഞാൻ പാകം ചെയ്യുന്നത്. കലടപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വേപ്പില, സവാള, ചെറിയ ഉള്ളി ഇത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 സ്പൂൺ ഫിഷ് മസാല, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം അതിലേക്ക് മുട്ടയുണ്ട്. ആ മുട്ടയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ചാറൊക്കെ വറ്റി മീന് എരിവും പുളിയും ഉപ്പൊക്കെ പിടിക്കും. എന്നിട്ട് നമുക്ക് ഇറക്കാം. വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചാറൊക്കെ വറ്റിയൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി ഇരുന്നിട്ട് നമുക്ക് ഇറക്കാം. ചാറൊന്നും കൂടി വറ്റാനുണ്ട്. കുറച്ച് നേരം കൂടി അടുപ്പത്ത് ഇരിക്കട്ടെ. ചാറൊക്കെ വറ്റിയൊന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലോണം ഉപ്പും പുളി എരിവൊക്കെ ഉണ്ട്.
ഇനി നമുക്കിത് ഇറക്കാം. നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചാറും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാം. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ലോണം ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ട്. മീൻ കഷ്ണത്തിന് നല്ല ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടാവും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.